സുഹൃത്തുക്കളെ, വിവാദങ്ങളുടെ ഒരു കാലമാണല്ലോ. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന, നമ്മളൊക്കെ ഇങ്ങനെ പറയും, വിശ്വവിഖ്യാത സംവിധായകൻ എന്നൊക്കെ പറയപ്പെടുന്ന ആളുടെ ഒരു വിവാദ പ്രസ്താവന. സിനിമ എടുക്കാൻ കാശ് കൊടുക്കുമ്പോൾ, ഈ SC/ST വിഭാഗത്തിന് കാശ് കൊടുക്കുമ്പോൾ അവർക്ക് ഡയറക്ഷൻ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഡയറക്ഷനൊക്കെ പഠിപ്പിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ കാശൊക്കെ വേസ്റ്റായി പോവും. ഇതൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ചീഞ്ഞു കിടക്കുന്ന, അജീർണമായിട്ട് കിടക്കുന്ന ജാതിബോധം എന്നുള്ള സംഭവമാണ്. സവർണർ എന്ന് പറയുന്ന, നമ്മുടെ ഈ മലയാള സിനിമയിൽ ഈ സവർണൻ എന്ന് പറയുന്ന കുറേ കഥാപാത്രങ്ങൾ പൂണൂലൊക്കെ ഇട്ട് അവർ വന്നിട്ട് ഇങ്ങനെ രക്ഷകരായി മാറുന്ന ഒരുപാട് ഫിലിമുകൾ മലയാള സിനിമ സംഭാവന ചെയ്തിട്ടുണ്ട്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, സവർണർ ആവുന്നുണ്ടോ നായരോ നമ്പൂരിയോ ഭട്ടരൊക്കെ ആണെങ്കിൽ അവരൊക്കെ രക്ഷകരായി മാറും. അവർക്ക് മാത്രമേ നോളജ് ഉള്ളൂ, അറിവുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഈ നായക കഥാപാത്രങ്ങൾ രക്ഷകരായിട്ട് വരുന്ന സവർണബോധം, രക്ഷകരായിട്ട് സൂപ്പർമാനായിട്ട് വരുന്ന, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ജനത ഇങ്ങനെ കാത്തു നിൽക്കുന്ന രീതിയിലുള്ള ഒരുപാട് ബിംബങ്ങൾ, ഈ ഒരുപാട് ഫ്യൂഡൽ ബിംബങ്ങൾ നമ്മുടെ മലയാള സിനിമ സംഭാവന ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ അകത്തുള്ള ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞാൽ അത്തരം ഫ്യൂഡൽ ബിംബങ്ങൾ കൊടുത്ത സംഭാവനകൾ ഇപ്പോൾ നമ്മുടെ ബോധം തന്നെ കുറേ ഈ സവർണ ബിംബങ്ങൾ ബോധത്തിലേക്കും ജീവിതശൈലിയിലേക്കും മാറിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രസ്താവന അത്രയേ ഉള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ സംവിധായകൻ്റെ കലയാണ് സിനിമ എന്നുള്ളതാണ്. ഒരിക്കലും ഒരു സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യാത്ത ലോകോത്തര സിനിമക്കാർ ധാരാളമുണ്ട്. അസിസ്റ്റ് പോലും ചെയ്യാത്ത, സിനിമ മനസ്സിലാക്കി ലോക സിനിമ കണ്ട് പഠിച്ച് വായിച്ച് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കിടുക്കടക്കം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടൊന്നുമല്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റാങ്ക് കിട്ടിയ പലരുടെയും സിനിമകൾ അലസമായ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മലയാള സിനിമയിലടക്കം വളരെ അലസമായിട്ട് ഇഴഞ്ഞ് നീങ്ങുന്ന രീതിയിൽ ഇങ്ങനെ പോയി. അതാണ് കലാബോധമുള്ള സിനിമ, കലാമൂല്യമുള്ള സിനിമ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ താളം എന്ന് പറയുന്നത് സ്പീഡും സ്ലോവും സൈലൻസും വയലൻസും ലൈറ്റ് ആൻഡ് ഷെയ്ഡും ഒക്കെ ചേർന്ന് വേറൊരു തലത്തിലാണ് നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതം. പരിശോധിച്ചാൽ മൂന്നാം കണ്ണുകൊണ്ട് നോക്കിയാൽ ഒരു പഞ്ചായത്ത് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നത്, ഒരു വാർഡ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ലൈഫിൻ്റെ താളം. പലപ്പോഴും നമ്മുടെ മലയാള സിനിമ കലാമൂല്യം ഉണ്ടെന്ന് പറയുന്ന സിനിമകളിൽ ക്യാമറ വെച്ചു കുന്നുകയറി പോകുന്നൊരു നായകൻ കുന്നുകയറി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ കുന്നു കയറുമ്പോൾ ആ ഒരു നായകനുണ്ടാവുന്ന റിയാക്ഷൻ, ആ കാലിൻ്റെ ഇത് മണ്ണിൽ വന്ന് വീഴുന്നതിൻ്റെ എക്സ്ട്രീം ക്ലോസ് ഷോട്ടോ വേർപ്പ് പൊടിയുന്നതിൻ്റെ സാധനങ്ങളോ അങ്ങനെയുള്ള എക്സ്പ്രഷൻ വൈസ് യാതൊന്നും ചെയ്യില്ല. ഇങ്ങനെ കുന്നു കയറി പോകുന്നൊരു നായകൻ ഇങ്ങനെ പോകുന്നു, ക്യാമറ ഇങ്ങനെ വെച്ച് ഡയറക്ടർ ചായ കുടിക്കാൻ പോകുന്നു. ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ലോക സിനിമയിൽ കാന അവാർഡ് കിട്ടിയതും ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമകളൊന്നും ബോറടിക്കില്ല. നമ്മുടെ കുറേ കാലം, ഇത് 70കളിൽ മുതൽ വന്നിട്ടുണ്ട് ഈ സംഭവം. ആ ഒരു എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന, വളരെ ഫാസ്റ്റായിട്ട് കട്ട് ചെയ്ത് പോകുന്ന കമേഴ്ഷ്യൽ സിനിമകളുടെ രീതി, പരസ്യം കട്ട് ചെയ്യുന്ന പോലെ അതിന് നേരെ വിരുദ്ധമായിട്ട് ഏറ്റവും സ്ലോവിൽ പോകുന്ന സിനിമകൾ. ഇതൊക്കെ ഈ അടൂർ ഗോപാലകൃഷ്ണ സിനിമകളടക്കം പലതും എടുത്തു പറയാലോ. എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരേ ഒരു സിനിമയേ ഉള്ളൂ, അത് ഈ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ സിനിമ എലിപ്പത്തായം. എന്താണോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ലൈഫായിട്ട് ബന്ധപ്പെട്ട അനുഭവം, അത് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് മികച്ച സിനിമ എന്ന് പറയാം. പിന്നെയുള്ള എല്ലാം വേറൊരു തരത്തിൽ പരീക്ഷിച്ച് ഇങ്ങനെ. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഭയങ്കര അലസനാണ് എന്ന് കാണിച്ചുകൊണ്ട്, ഉറക്കമാണ് എന്ന് കാണിച്ചുകൊണ്ട് മുഖാമുഖം വന്നു. EMS ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ മുഖാമുഖം കൊണ്ടിട്ടിരിക്കുന്നത്. ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എടുക്കുന്ന ഉറക്കുണ്ടായിരിക്കാം. പക്ഷേ ഇദ്ദേഹം അതൊക്കെ ഭയങ്കര ഇതാണ് അതിൻ്റെ ഒരു സാമാന്യവൽക്കരണ രീതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിവാദം ഉണ്ടാക്കിയുള്ളൂ. പിന്നെ എടുത്താൽ വന്നാത്ത കുറേ സംഗതികളുണ്ട് പുള്ളിയുടെ. അനന്തരം പോലെയുള്ള ഫിലോസഫിക്കൽ അന്യവൽക്കരണം എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ടൊന്നും അറിയാത്ത പോലെയാണ് അതൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ ഇങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ അലക്കാണ്. SC/ST സംവിധായകരെ ഡയറക്ഷൻ പഠിപ്പിക്കണം. ഇനിയിപ്പോൾ ലാസ്റ്റ് പറയാം, SC/ST സംവിധായകരെ ജീവിതം പഠിപ്പിക്കണം. എങ്ങനെയാണ് ഫ്യൂഡൽ ജീവിതശൈലി, ഈ സവർണ ആധിപത്യമുള്ള കാലഘട്ടങ്ങളുടെ ആ രാജകീയമായ ജീവിതശൈലി അതും കൂടി പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പൂർണ്ണവും. ഒന്ന് നിർത്ത് എൻ്റെ ആശാനെ, മിണ്ടാതിരുന്നൂടെ? പിള്ളേർ സിനിമ എടുത്ത് പൊക്കോട്ടെ. കുറച്ച് പേരുണ്ട് ഇവിടെ നന്നായിട്ടൊക്കെ സിനിമ ചെയ്യുന്നവർ. അത്തരം സിനിമ ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പറയുമൊക്കെ വിട്ടുപോയത്തരം പറയാതെ കേട്ടാ. സിനിമയൊക്കെ പിള്ളേരുടെ കയ്യിൽ നിന്ന് വളരെ ശക്തമായി ആക്ടേഴ്സ്, ഇനിയിപ്പം ഇത് പറഞ്ഞ് ഡയറക്ഷനെ പറഞ്ഞിട്ടുള്ളൂട്ടാ, ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയും SC/ST നടന്മാരെ ആക്ടിങ് പഠിപ്പിക്കണം, അതും കൂടി പറയും. SC/ST എഡിറ്റേഴ്സിന് അത് പഠിപ്പിക്കണം. ഇതൊക്കെ ഇത് മനുഷ്യർ, കലാകാരർ ഏത് മീഡിയവും അറിഞ്ഞിരുന്നു ചെയ്യുന്നത് നല്ലതാണ്. ഇത്ര പറയേണ്ട കാര്യമുള്ളൂ. അറിഞ്ഞ് ചെയ്യുന്നത് നല്ലതാണ്. അതിന് പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെന്ന് അത് നിർബന്ധമില്ല. പസോളനിയൊക്കെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടാണോ എന്ന് അന്വേഷിക്കും പോയിട്ട്. ഗോത്താർദ് ഈ കുറോസുവോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയല്ലേ ചെയ്തിട്ട്. ക്ലറിക്കൽ ജോലി ചെയ്യുന്നതിൻ്റെ അകത്ത് അദ്ദേഹം മനോഹരമായ റാഷമോൺ പോലുള്ള സിനിമ, അതൊന്നും ഈ പറഞ്ഞ ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുമെന്ന് സംശയം. ഞാൻ അധികം പറയുന്നില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു നൂറുകണക്കിന് വിവാദങ്ങളുള്ള കാലമാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ SC/ST വിഭാഗങ്ങളെ സംഗീതം പഠിപ്പിക്കുക. അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഈ നഞ്ചിയമ്മയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ അളകിയിലൂടെ ക്ലാസിക്കൽ പാട്ട് പാടാൻ അറിയോ അവർക്ക് എന്നൊക്കെ. ഇതേ സവർണബോധമാണ് കിടന്ന് കളിക്കുന്നത്. അത് ഇതിൽ മാത്രമല്ല, നാളെ SC/ST വിഭാഗം കൂർണിക്കനെ അപ്പുറം മറികടക്കുന്ന പെയിൻറ്റിങ് ചെയ്താലും പറയും വിശ്വോത്തര പെയിൻറ്റിങ് ഒന്നും ഇവർക്ക് അറിയില്ല എന്ന് പറയും. ഞാൻ നിർത്തട്ടെ. ഒന്നുകിലേ മിണ്ടാതിരിക്കുക. മൗനം വിദ്വാൻ ഭൂഷണം എന്ന് വെറുതെ എഴുതി വെച്ചിട്ടുള്ളതല്ല. ഇവിടെ വാചാലത മണ്ടന ഭൂഷണം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറില്ലേ. ചാക്കോടി അന്തിക്കാട്.